ഹലോ ഫ്രണ്ട്സ്, മുക്താറാണ്. ഞാൻ വീണ്ടും നാസർ ഖാൻ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. നാസർ ഖാൻ രാവിലെ ഇവിടെ എത്തിയാൽ നിങ്ങളെ കോള് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നല്ലൊരു ഓഫർ ഉണ്ടെന്ന്. ലക്ഷദ്വീപത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഫസ്റ്റ് നിങ്ങളെ കോളാ വന്നത്. അപ്പോൾ ഈ പ്രാവശ്യം നമ്മളെ വിളിച്ച് വരുത്തിയതിന് എന്തെങ്കിലും കാര്യമുണ്ടോ? കാര്യമില്ല നിന്നിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ നിന്നിട്ടില്ല. എന്തെങ്കിലും നാസർ ഖാൻ വിളിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും. ഫസ്റ്റ് തന്നെ ഈ ഒരു ഫോർച്യൂണറിന് മുമ്പ് ഞാൻ ചോദിക്കാണ്, ഓഫർ ഉണ്ടോ? ഇത് നമ്മൾ നല്ലൊരു ബെസ്റ്റ് പ്രൈസ് കൊടുക്കാം. എത്ര ബെസ്റ്റ്? നമുക്കൊരു 990 നമുക്ക് ഈ വണ്ടി 4x2 ഓട്ടോമാറ്റിക് 2014 ഓട്ടോമാറ്റിക് 2014 മോഡൽ 2014 മോഡല് 990. ഓഹോ, ബെസ്റ്റ് ഓഫർ തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ തുടക്കത്തിൽ തന്നെ എല്ലാ പ്രാവശ്യം ഞാൻ പറയുന്നത് എന്താണ് നിങ്ങൾ തന്നെ പറഞ്ഞോളി. അതന്നെ, ലോൺ എന്ന് പറഞ്ഞ സംഗതി ഇവിടെ ഇല്ല. റെഡി ക്യാഷ് നിങ്ങളെ കയ്യിലുണ്ടോ? പിന്നെ ഒരു വിശ്വസിച്ചിട്ട് ഒരു വണ്ടി എടുക്കാൻ, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി ജെന്യൂൻ ആയിട്ട് നാസർ ഖാൻ എടുത്ത് കയ്യിൽ നിന്ന് എടുക്കുക. പക്ഷെ വണ്ടി എടുക്കുന്ന മുന്നേ നിങ്ങൾ എല്ലാ പ്രാവശ്യം ഞാൻ എല്ലാവരോടും പറയുന്നതാണ്. ഇപ്പൊ നാസർ ഖാൻ ആണെങ്കിൽ ഞാൻ പറയുന്നതാണ്, പക്ഷെ എന്നാലും നിങ്ങൾ അത്രയും ചെക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ നിങ്ങളെ ഇതിന് വേണ്ടിട്ട് ഞാൻ പറയാം, തീർച്ചയായിട്ടും ഒരു വണ്ടി എടുക്കുമ്പോഴേ കസ്റ്റമർ ചെക്ക് ചെയ്യണം. എന്റെ അടുത്ത് നിന്നല്ല, ആരുടെ അടുത്ത് വണ്ടി എടുക്കുകയാണെങ്കിലും അവരുടേതായിട്ടൊരു ചെക്കിങ് അവർ ചെയ്യണം. കാരണം ഇതിൽ ചിലപ്പോൾ നമ്മൾ കാണാത്തത്, ഞാൻ കാണാത്ത പലതും കസ്റ്റമർ ഒന്ന് കണ്ടിട്ടില്ല. അത് ശരിയാണ്. കാരണം മറ്റുള്ളവർ ഉപയോഗിച്ച വണ്ടി ഇവിടേക്ക് എത്തി നിങ്ങൾക്ക് സെയിലിന് തരാണ്. ഇപ്പൊ നാസർ ഖാന്റെ കൈവിന്റെ പരമാവധി ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പക്ഷെ എന്നാലും എന്തെങ്കിലും ഒരു മൈനോട്ട് ഡിഫോൾട്ട് എവിടെങ്കിലും ഒക്കെ ഞാൻ എപ്പോഴും കസ്റ്റമറോട് പറയും, നിങ്ങൾ ഒരാളെ വർക്ക്ഷോപ്പിൽ നിന്ന് കൊണ്ടുവന്നോളി, ചെക്ക് ചെയ്തോളി. ഇല്ലെങ്കിൽ നിങ്ങൾ കമ്പനിയിൽ എന്ത് ബുക്ക് ചെയ്തിട്ട് നേരെ കമ്പനി കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്തോളി എന്ന് പറയില്ല. ഞാൻ നമ്മളെ പയ്യനെ വിട്ടു കൊടുക്കും. അവർ കൊണ്ടുപോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 100% സാറ്റിസ്ഫൈഡ്, നമുക്ക് സെയിൽ ചെയ്യാം. അവർ റാത്താണ്. ഓക്കെ, അപ്പൊ എന്താണ് ഈ പ്രാവശ്യം ഇവിടുത്തെ ലോണ് കാര്യങ്ങളൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. റെഡി ക്യാഷ് നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടോ? ഇവിടെ വണ്ടി നല്ല വില കുറവിൽ നാസർ ഖാൻ കൊടുക്കും. നാസർ ഖാൻ കറക്റ്റ് സ്പോട്ട് ഇവിടെ വരുന്നത്, ഇത് വരുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി കീശ്ശേരി. കൊണ്ടോട്ടിയാണ് കൊണ്ടോട്ടി നമ്മളെ കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് ഒരു 12 കിലോമീറ്റർ. കീശ്ശേരി സെക്കൻഡ് സൗത്ത് എന്ന് പറഞ്ഞ സ്ഥലമാണ്. നമ്മളെ വെള്ളാമ്പലം മൊറയൂർ റോഡ്. ഓക്കെ, മോട്ടോർ റീസ് ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ലൊക്കേഷൻ കാര്യങ്ങൾ കിട്ടും. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് നമുക്ക് ഫോർച്യൂണർ തുടങ്ങാം. നമുക്ക് ബസ് തന്നെ ഫോർച്യൂണർ തുടങ്ങാം. ഏതാ മോഡൽ വരുന്നത്? ഇത് 2014 മോഡലാണ്. 2 വീൽ ഓട്ടോമാറ്റിക് 3rd ഓണർഷിപ്പിൽ 2,03,000 കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസ്. 2-3 ഓടിയിട്ടുണ്ട്. ഫുൾ ഹിസ്റ്ററി റീപ്ലേസ്മെന്റ് മെയിൻ ക്ലാസ് കമ്പനിയിൽ നിന്ന് തന്നെ റീപ്ലേസ് ആയിട്ടുള്ളത്, കല്ലടിച്ചിട്ട് എന്തോ ആയിട്ടുള്ളതാണ്. ഒന്നല്ല, ആക്സിഡന്റ് ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ടയർ 4 പുത്തൻ ടയർ, പുതിയ ടയർ, നല്ല വൃത്തിയുള്ള ഇന്ത്യൻ ആണ്. നല്ല ലുക്ക് ഓഫ് ദി വണ്ടി. 2014 നീറ്റ് വണ്ടി. ലാസ്റ്റ് ഫൈനലി പറഞ്ഞല്ലോ 990 നമുക്ക് 990 നാസർ ഖാൻ ചോദിക്കുന്ന പ്രൈസ് ആണ്. നിങ്ങൾ നാസർ ഖാൻ കൈ കൊടുത്തിട്ട് ഇങ്ങനെ 2 കൊടയിൽ കുടഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലുമൊക്കെ കുറയുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു. കുറയില്ലേ? എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ നമുക്ക് എന്താണ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാനുള്ളതാണ്. നെക്സ്റ്റ് നമുക്ക് ഇവിടെ ഒരു സാധനം കിടക്കുന്ന മിനി റേഞ്ച് റോവർ. ഫുൾ ഓപ്ഷൻ ആണെന്ന് തോന്നുന്നല്ലേ? ഫുൾ ഓപ്ഷൻ. പനോരമിക് സൺറൂഫ് ഒക്കെ വരുന്നുണ്ട്. പനോരമിക് റൂഫ്, സീറ്റ് വെന്റിലേഷൻ, ക്രൂസ് കൺട്രോള്. ഇതിനില്ലാത്ത ഓപ്ഷൻ ഇല്ല. കമ്പനി വാറന്റി 5 വർഷത്തെ വാറന്റി, 3 വർഷം ബാലൻസ് ഉണ്ട്. 5 വർഷത്തിൽ 3 വർഷം. 2023 മോഡൽ. 2023 മോഡല്. സിംഗിൾ ഓണർഷിപ്പ്, 50,000 കിലോമീറ്റർ, 25 കിലോമീറ്റർ മൈലേജ് ആണ് പെട്രോള്. 25 കിലോമീറ്റർ ഹൈബ്രിഡ്. ഹൈബ്രിഡ് ആണ് വരുന്നത്. സ്ട്രോങ് ഹൈബ്രിഡ് വരുന്നുണ്ട്. സ്ട്രോങ് ഹൈബ്രിഡ് ആണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കമ്പനി സർവീസ്. അതായത് ഒരു പുതിയ വണ്ടി എടുക്കുന്ന ആൾക്ക് ഒരു 5 ലക്ഷം റുപ്യ 6 ലക്ഷം റുപ്യ കമ്മിയിൽ ഈ ഒരു വണ്ടിയാണ് കൊടുക്കാം. എന്തായാലും ഓൺ ദ റോഡ് എത്ര റേറ്റ് വരുന്നുണ്ട്? ഓൺ റോഡ് ഇപ്പൊ 26 ലക്ഷം റുപ്യ, 4.5 ലക്ഷം റുപ്യ, പിന്നെ 10,000 റുപ്യ എക്സ്ട്രാ ഫിറ്റിംഗ്സ് വണ്ടിമേ കയറിയിട്ടുണ്ട്. അതൊന്നും ആർക്ക് കസ്റ്റമർക്ക് എന്തിനില്ല, ഇനി എടുക്കാൻ പോകുന്ന ആൾക്കില്ല. ലാസ്റ്റ് ഫൈനൽ നമുക്ക് ഈ ഒരു വണ്ടി ഒരു 19 ലക്ഷം രൂപക്ക് നമുക്ക് 2023 3 വർഷം കമ്പനി വാറന്റി നിൽക്കുക. ഫുൾ ഓപ്ഷൻ വണ്ടി, 25 മൈലേജ് കിട്ടുന്ന ഹൈബ്രിഡ് വണ്ടി പെട്രോളില് 19 ലക്ഷം റുപ്യക്ക്. ഓക്കെ, ഇനി അതേപോലെ തന്നെ Z ഓട്ടോമാറ്റിക് ആണോ? ഇത് GX ആണ്. 2020-21 മോഡല്. ഇതൊരു മലയാളിന്റെ പേരിൽ തന്നെയുള്ള വണ്ടിയാണ്. മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ ആണ്. പ്രൈവറ്റ് വണ്ടിയാണ്. ഏറ്റവും കൂടുതൽ സർവീസ് നടന്നിട്ടുള്ളത് കേരളത്തിലാണ്. സിംഗിൾ ഓണർ വണ്ടി, സിംഗിൾ ഓണർഷിപ്പ്. ഏതാ മോഡൽ? 2020-21 മാനുഫാക്ചറിങ് സെപ്റ്റംബറിലൊക്കെയാണ് മാനുഫാക്ചറിങ്. 2021 ഫസ്റ്റ് രജിസ്ട്രേഷൻ. ഓണർഷിപ്പ് സിംഗിൾ. കിലോമീറ്റർ 93,000 ഫുൾ കമ്പനി സർവീസ്. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒരു റീപ്ലേസ്മെന്റും ഇല്ല. ക്ലാസ് ഒന്നുമില്ല. ഒക്കെ കേരളത്തിൽ രജിസ്ട്രേഷൻ അല്ല. ഇത് സർവീസ് 90% കേരളം, 10% മുംബൈ. ഓക്കെ, ലാസ്റ്റ് ഫൈൻ എത്ര വയ്ക്കുന്നത്? ഇത് നമുക്ക് പിന്നെ ഒരു 16,80,000 വണ്ടി. GX പ്രത്യേകത ക്രൂയിസ് കൺട്രോൾ വരും, സ്റ്റിയറിംഗ് കൺട്രോൾ വരും. അങ്ങനെ കുറെ ഓപ്ഷൻസ് കൂടുതൽ അഡീഷണൽ ആയിട്ടുണ്ടാവും. 16 ലക്ഷത്തി. പിന്നെ അലൈവിലിന്റെ ലുക്ക് ഉണ്ടല്ലേ, ഈ ഒരു ലുക്കാണ് അലൈവിൽ വരുന്നത്. ടയർ 4 പുത്തൻ ടയർ.
ആ നല്ല സെറ്റ് വണ്ടി, അതായത് നല്ല ക്ലീൻ വണ്ടി. ക്ലീൻ വണ്ടി. ഓക്കെ 16,80,000 16 ലക്ഷം ലാസ്റ്റ് ഫൈനൽ ആണോ? ഫൈനൽ റേറ്റ്. ഇത് ഈ വണ്ടി നമ്മളൊന്നും കാര്യമായിട്ടൊന്നും ചെയ്യാല്ല. അതായത് വണ്ടി വന്ന് എടുത്ത് കൊണ്ടുപോവാ, ഓടിക്കുക. നിങ്ങളോട് പറയുമ്പോഴൊക്കെ എന്താ അറിയോ, നമ്മൾ പറയുന്നത് ഫൈനൽ റേറ്റ് ആണ്, പിന്നെ കസ്റ്റമറോട് വന്നിട്ട് വീണ്ടും കച്ചറ ഉണ്ടാവും, അവിടെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, എന്നാലും നിങ്ങൾ ചോദിച്ചു നോക്കിട്ടോ. ഇത് ഏതാ? ഇത് വണ്ടി സോൾഡ് ആണ്. സോൾഡ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് സെഡ് ഓട്ടോമാറ്റിക് 17. സെഡ് ഓട്ടോമാറ്റിക് 2017 മോഡൽ. ഓണർഷിപ്പ് സിംഗിൾ. കിലോമീറ്റർ 1.33. 1.33. റീപ്ലേസ്മെന്റ് എന്താണ്ടോ? റീപ്ലേസ്മെന്റ് മെയിൻ ഗ്ലാസ് മാത്രം. ഹിസ്റ്ററി അവൈലബിൾ അല്ലേ? ഹിസ്റ്ററി അവൈലബിൾ ആണ്. ഓക്കെ, വിത്ത് NOC എത്ര വയ്ക്കുന്നത്? ഈ വണ്ടി പാർക്കിംഗ് സെയിലുള്ളതാണ്. പാർക്കിംഗ് സെയിലുള്ള വണ്ടിന്റെ കേസ് നമ്മൾ ഒരു ഗ്യാരണ്ടി കൊടുക്കലില്ല. അതെന്താ വെച്ചാൽ നമ്മളെ വണ്ടിക്ക് നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. ഇതും ആകെ നമുക്ക് ചെറിയൊരു കമ്മീഷൻ പൈസ കിട്ടുക. അപ്പൊ നമ്മൾ ഇതുമ്പോ ഗ്യാരണ്ടി കൊടുത്തു കഴിഞ്ഞാൽ മേ ബി ഒന്നും വരല്. സാധാരണ ഈ ഒരു ഹിസ്റ്ററി ഉള്ള വണ്ടികൾ കറക്റ്റ് ക്വാളിറ്റി ഉള്ള വണ്ടിനെ നമ്മൾ പാർക്കിംഗ് സെയിലും വെക്കലുള്ളൂ. പക്ഷെ നമ്മളെ ഗ്യാരണ്ടി എന്തില്ല, 1 month ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ടല്ലോ. അത് പിന്നെ 1 week ചെക്കിംഗ് ഗ്യാരണ്ടി ഇതൊന്നും ഉണ്ടാവില്ല. പാർക്കിംഗ് സെയിലിന്റെ ഒരു വണ്ടിക്കും ഉണ്ടാവില്ല. വണ്ടി ക്വാളിറ്റി വണ്ടി ഇത് മാത്രമാണോ ഉള്ളത്? പാർക്കിംഗ് സെയിൽ ഈ വണ്ടി, ഈ സി ക്ലാസും പാർക്കിംഗ് സെയിലുള്ള വണ്ടിയാണ്. രണ്ട് വണ്ടി മാത്രം. ഓക്കെ, ലാസ്റ്റ് ഫൈനൽ എത്ര വയ്ക്കുന്നത്? അപ്പം ഇത് നമുക്ക് ലാസ്റ്റ് 14.80 നമുക്ക് കൊടുക്കാം. 14,80,000. 2017 സെഡ് ഓട്ടോമാറ്റിക്. ഇതിനെന്താ വെച്ചാൽ ഈ ഒരു ഗ്ലാസ്സിന് ചെറിയ കല്ലടച്ച അടയാളങ്ങളുണ്ട്. ഓൾറെഡി ഗ്ലാസ് കമ്പനിയിൽ തന്നെ മാറിയതാണ്. ഇത് എടുക്കുന്ന ആളുകൾക്ക് വേണമെങ്കിൽ മാറ്റേണ്ടി വരും, അത്രേ ഉള്ളൂ. ഇവിടെ ചെറിയ ചെറിയ അവിടെയും ഇവിടെ ഒക്കെ കല്ലടച്ച അടയാളങ്ങളുണ്ട്. ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ വണ്ടി ക്വാളിറ്റി വണ്ടി, നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഓക്കെ, ഈ ഇന്നോവ ഏതാ വരുന്നത്? ഇത് ജി ഓട്ടോമാറ്റിക് 2018 ജി ഓട്ടോമാറ്റിക്. മാറ്റിയിട്ടുണ്ട്. വണ്ടി സ്റ്റിയറിംഗ് ബട്ടണും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വണ്ടി കിഡ്ലം വണ്ടി. 1,14,000 കിലോമീറ്റർ. നോ റീപ്ലേസ്മെന്റ്. സിംഗിൾ ഓണർഷിപ്പ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഹിസ്റ്ററി ഫുൾ 100% ഹിസ്റ്ററി അവൈലബിൾ. ഓക്കെ, നമ്മളെ വണ്ടി ഓൺ വണ്ടി തന്നെയാണ്. ഇത് 7 സീറ്റർ അല്ലേ വരുന്നത്? 7 സീറ്റർ ആണ് സെറ്റ് വണ്ടി. ഓക്കെ, ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര വരുന്നത്? ഈ വണ്ടി നമുക്കൊരു 13,80,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. 2018 G4 ഓട്ടോമാറ്റിക്. G4 ഓട്ടോമാറ്റിക് 2018 G4 ഓട്ടോമാറ്റിക്. എത്ര പറഞ്ഞത്? 13,80,000 രൂപ. 13,80,000 ഫൈനൽ ആണോ? ഇത് ഫൈനൽ. ഇതൊക്കെ നമ്മളെ വണ്ടിക്കൊക്കെ നമ്മൾ ഫൈനൽ റേറ്റ്, ഫൈനൽ പ്രൈസ് തന്നെ പറയുന്നത്. എന്തെങ്കിലും ചെറിയ മാറ്റങ്ങളൊക്കെ ചെറുത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അതേപോലെ തന്നെ ബ്രസ വരുന്നുണ്ട്. ബ്രസ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച വണ്ടി. ഇത് നമ്മള് പിന്നെ 7,60,000 റുപ്യ ഒരു പെരുന്നാൾക്ക് നമ്മൾ ഓഫർ കൊടുത്ത വണ്ടിയാണ്. അതാണ് ചോദിച്ചത്. അതിനുശേഷം ഇത് കമ്പനി സർവീസ് ചെയ്തു. 10,000-15,000 റുപ്യ എക്സ്ട്രാ വണ്ടി കയറി. അപ്പൊ നമുക്ക് ആ റേറ്റിൽ ഇനി വണ്ടി കൊടുക്കാൻ പറ്റില്ല. 1,10,000 സർവീസ് ചെയ്ത ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, 1,10,000 സർവീസ് ചെയ്തു. അപ്പൊ അതിന്റെ മെക്കാനിക്കൽ ബുഷ് കാര്യങ്ങളെല്ലാം മാറി. ബില്ലടക്കം വേണം നമുക്ക് കാണിച്ചു കൊടുക്കാം. നമുക്ക് അന്നത്തെ ആ ഡേറ്റ് വേണമെങ്കിൽ നോക്കിക്കോളി, ഇന്നത്തെ ഡേറ്റും വേണം. 15,000 രൂപ എക്സ്ട്രാ ഇതിന്റെ മോള് കയറി. അപ്പൊ ലാസ്റ്റ് 7,000 ഞങ്ങൾ കൊടുക്കും. ഇല്ല, കൊടുക്കാൻ കഴിയില്ല. അല്ല, ഏതാ മോഡല് പറഞ്ഞത്? ഇത് 2018-19 VDI ഓട്ടോമാറ്റിക് ആണ്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഇത് എന്തായാലും 18 കിലോമീറ്റർ കൺഫേം ആയിട്ട് ലോക്കൽ ഓട്ടത്ത് കിട്ടും. ഓക്കെ, നമുക്ക് ലോങ് ഡ്രൈവ് ഒക്കെ ആണെങ്കിൽ 20 കിട്ടും. ഓക്കെ, റീപ്ലേസ്മെന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ടയറൊക്കെ അത്യാവശ്യം 90%. ഇത് ഒറിജിനൽ കേരള വണ്ടിയാണ്. ഒറിജിനൽ കേരള വണ്ടി. ഓക്കെ, ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? ഇത് നമുക്ക് ഇപ്പോ ഇനി 7,85,000 കൊടുക്കാം. ലാസ്റ്റ് 7,85,000 ലാസ്റ്റ് ഫൈനൽ ആയിട്ട് കൊടുക്കാം. ഓക്കെ, ഞാൻ അതേപോലെ തന്നെ ഹോണ്ട സിറ്റി ഇത് നമുക്ക് പിന്നെ 4.5 കൊടുക്കും. ഈ വണ്ടി ഏതാ മോഡല്? വി ആണ്. 2014 നമ്പറായ വണ്ടി. വി ആണ് വരുന്നത്. ഓണർഷിപ്പ് തേർഡ്. കിലോമീറ്റർ 1.32 ഹിസ്റ്ററി ഉള്ളല്ലേ? ഈ വണ്ടിന്റെ ഹിസ്റ്ററി എടുത്തിട്ടില്ല. ഇങ്ങനത്തെ എല്ലാ ഈ ടൈപ്പ് വണ്ടികൾ നമ്മൾ ഹിസ്റ്ററി എടുക്കലില്ല. കാരണം ആ ഒരു പഴക്കും തഴക്കുള്ള വണ്ടിയല്ലേ, ആ ഒരു കാറ്റഗറി പോവും. ലാസ്റ്റ് ഫൈനൽ എത്ര വയ്ക്കണം? 4.5. എന്താ പറയോ? അതൊക്കെ ഓൾറെഡി ഒഴിവാക്കാൻ വേണ്ടി വെച്ചാണ്. അത്രയും കുറച്ച് വെച്ചാണ്. ഓക്കെ, ഞാൻ അതേപോലെ തന്നെ ബെൻസ് സി ക്ലാസ് ഇതൊപ്പം വന്ന വണ്ടി. ഇത് പാർക്കിംഗ് സെയിലാണ്. CDI അല്ലേ? ഇതിന്റെ ഹിസ്റ്ററി ഞാൻ എടുത്തിട്ടില്ല. ഹിസ്റ്ററി ഉണ്ട് എന്നുള്ളതാണ് പാർട്ടി പറഞ്ഞിട്ടുള്ളത്. ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? ഫുൾ ഓപ്ഷൻ വണ്ടി. സൺറൂഫ് ഒക്കെ വരുന്ന ടൈപ്പ് എല്ലാം വരുന്ന വണ്ടി. ഏതാ മോഡൽ വരുന്നത്? ഇത് വരുന്നത് 2015 ആണ്. 2015 സി ക്ലാസ് C220. ആളുകൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വണ്ടിയാണ് സി ക്ലാസ്. ഈ ക്ലാസ് ഒക്കെ വണ്ടികൾ ഏറ്റവും കൂടുതൽ ബെൻസിൽ ആൾക്കാർ ചൂസ് ചെയ്യുന്ന. ഓക്കെ, 220. ഓണർഷിപ്പ് സിംഗിളാ? ഓണർഷിപ്പ് സിംഗിൾ ആണ്. 44,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഹിസ്റ്ററിന്റെ കാര്യം പറഞ്ഞു ഞാൻ എടുത്തിട്ടില്ല. വണ്ടി അവരുണ്ട് പറഞ്ഞത്. റീപ്ലേസ്മെന്റ് മെയിൻ ഗ്ലാസ് മാത്രം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ എത്ര വയ്ക്കുന്നത്? ഇത് നമുക്കൊരു
ഈ വണ്ടി നമുക്കൊരു നെറ്റ് പ്രൈസ്, അതായത് ഇതിന്റെ പ്രൈസ് ഒക്കെ പറഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. ആ പാർട്ടി വരുന്ന സമയത്ത് നമുക്ക് ഓണേഴ്സുമായിട്ട് ഡയറക്റ്റ് ടോക്ക് ചെയ്യാം. അതിലെന്തെങ്കിലും അവർ കുറച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പാർട്ടിക്ക് നേരിട്ട് കുറച്ച് കൊടുക്കാം. അങ്ങനെയാണ് ഇതിന്റെ കച്ചവടം ഞാൻ ചെയ്യല്. ഓക്കെ ഓക്കെ. പാർക്കിംഗ് സെയിലിന്റെ വണ്ടിയൊക്കെ അങ്ങനെ തന്നെ ചെയ്യല്. ആ ഈ വണ്ടി നമുക്കൊരു 1480 കൊടുക്കാം. 14,80,000. ഓക്കെ. ലോൺ ഉണ്ടാവില്ല? ലോൺ ഉണ്ടാവില്ലല്ലോ. ലോണൊന്നും ഉണ്ടാവില്ല. 14,80,000 റെഡി ക്യാഷ്. ഇനി നെക്സ്റ്റ് ഒരു അഡാറ് സാധനം, ഇതൊരു സാധനമാണ്, ഒരു മുതലന്നെ, ഇതൊരു മുതല. ഫോർച്യൂണർ. 68,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. വെറും 68,000 കിലോമീറ്റർ ഓടിച്ച ഫോർച്യൂണർ. ആഹാ, ന്യൂ ഷേപ്പ്. കണ്ടമാന ആൾക്കാർ ചോദിക്കണ വണ്ടിയാട്ടെ ഈ ന്യൂ ഷേപ്പ്. ഇത് NOC ആണല്ലേ? NOC വണ്ടിന്റെ ഉള്ളിലെ വൃത്തി നോക്കി. ഇത് 2 വീൽ ഓട്ടോമാറ്റിക് ആണോ? 2 വീൽ ഓട്ടോമാറ്റിക്, സെക്കൻഡ് ഓണർഷിപ്പ്, സെക്കൻഡ് ഓണർഷിപ്പ്, 2 വീൽ ഓട്ടോമാറ്റിക്, സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടി. ഫുൾ ഹിസ്റ്ററി പക്കാണ്. ഹിസ്റ്ററി പക്ക. റീപ്ലേസ്മെന്റ് മെയിൻ ഗ്ലാസ് ഉണ്ടോന്ന് ഡൗട്ട് ഉണ്ട്. മെയിൻ ഗ്ലാസ് ഉണ്ടോ? മെയിൻ ഗ്ലാസ് ഉണ്ട്. മെയിൻ ഗ്ലാസ് റീപ്ലേസ് മെയിൻ ഗ്ലാസ് അവിടെ നോക്കിയിട്ട് കാര്യമില്ല. കല്ലടിച്ചിപ്പണ്ടില്ല, അവിടെ 3 വണ്ടിയുമ്പോ കല്ലടിച്ചെടുക്കുന്നുണ്ട്. അതേപോലെ എത്ര ഓട്ടോ ഓടിക്കുന്നത്? സർവീസ് കയറ്റണം. ഇത് കറക്റ്റ് 68,000 കിലോമീറ്റർ. 66. ഏതാ മോഡൽ? 21 2017 2017 2 വീൽ ഓട്ടോമാറ്റിക്. 2 വീൽ ഓട്ടോമാറ്റിക്, 68,000 കിലോമീറ്റർ, സിംഗിൾ ഓണർഷിപ്പ്, സെക്കൻഡ് ഓണർഷിപ്പ്. ലാസ്റ്റ് ഫൈനൽ എത്ര വേണം നമുക്ക് ഈ ഒരു വണ്ടി? ഫ്രണ്ടിൽ 2 ടയർ ഏകദേശം 80% ഉണ്ട്, ബാക്കിൽ 2 ടയർ ഏകദേശം 60% ഉണ്ട്. ഒരു പകുതിക്ക് മേലെ 4 ടയറും ഉണ്ട്. ഇത് 80% മേലെ ഉണ്ട് ഫ്രണ്ട് ടയർ. പിന്നെ ഇൻഷുറൻസ് വാലിഡ് ആണ്. നമുക്കൊരു ഇതിപ്പോ വന്ന കണ്ടീഷനിലെ വണ്ടിയുള്ളേ. ഒന്നും ചെയ്തിട്ട് ഞാൻ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് പോളിഷും കൂടി ചെയ്തില്ല. ബമ്പർ ഒന്ന് സെറ്റ് ചെയ്യാണ്ട്, ബാക്ക് ബമ്പർ ഒന്ന് സെറ്റ് ചെയ്യാണ്ട്, അത്രയും ഉള്ളു പണി. നീറ്റ് വണ്ടി ഉള്ളുണ്ടല്ലോ. നീറ്റാണ്. ഇത് നമുക്കൊരു 22,30,000 റുപ്യ നമുക്ക് കൊടുക്കാം. 22,30,000 കൊടുക്കാം ലാസ്റ്റ് ഫൈനൽ. 22,30,000 റുപ്യക്ക് ഫോർച്യൂണർ 2017 മോഡൽ വിത്ത് NOC. ഈ വണ്ടി നമ്പർ എത്രന്ന് ചോദിച്ചാൽ ഇപ്പൊ അടുത്ത കോളിംഗ് വരും. അപ്പൊ അതും കൂടിയാണ് പറയാ. 3 റുപ്യ 3,60,000 ഈ വണ്ടി. 3,60,000. അതായത് 22,30,000 3,60,000 നോക്കുമ്പോ ഏകദേശം 25,90,000. 25,90,000. 68,000 കിലോമീറ്റർ. കേരള വണ്ടിന്റെ ക്വാളിറ്റി വണ്ടി. നല്ല നല്ല വൃത്തിയുള്ള വണ്ടി. പിന്നെ വണ്ടികൾ വന്ന് ചെക്ക് ചെയ്ത് നോക്കി നിങ്ങളെ ഉത്തരവാദിത്തമാണ്. അപ്പൊ എന്തായാലും നാസർക്ക ഇനി അത് വണ്ടി കയറാനുണ്ടോ? ഇനിയിപ്പോ നമുക്ക് വരാനുള്ളത് ഒരു അൾട്ടീസ് വരാണ്ട്. നാളെ കൊടുത്തു നമ്മള് ചെറിയ ടച്ചപ്പിന് വെച്ചതാ. അൾട്ടീസ് 2015 മോഡൽ. അത് സെക്കൻഡ് ഓണർഷിപ്പിൽ 1,50,000 ഫുൾ സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടി. G ആണ്. അത് അതിന്റെ ടോപ്പാണ്. അത്യാവശ്യം നല്ല നീറ്റ് വണ്ടി. അതിന് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല എന്നുള്ളതാണ് എന്റെ ബോധ്യം. മെയിൻ ക്ലാസ് ഉണ്ടെങ്കിൽ ഉണ്ടാവും, അത്രേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ എന്തായാലും ഇതാ നാസർ ഖാന്റെ നമ്പർ ഞാൻ അടിയിൽ 6 ലക്ഷം റുപ്യ കൊടുക്കാം. 6 ലക്ഷം റുപ്യ വൈറ്റ് കളർ കേട്ടോ. ഓക്കെ. ഇനിയിപ്പോ ഫോർച്യൂണറോ ബെൻസോ ഓഡിയോ A4 ഒക്കെ എല്ലാ പ്രാവശ്യം ഉണ്ടാവണതാണ്, ഈ പ്രാവശ്യം ഇല്ല. അപ്പൊ അങ്ങനത്തെ വണ്ടികളൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി വിശ്വസ്തയോട് നിങ്ങൾ വേണമെങ്കിൽ നാസർ ഖാന്റെ നമ്പർ ഞാൻ അടിയിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വിളിച്ചോളി, നിങ്ങൾ മിസ്സാക്കണ്ട. ഇത് കറക്റ്റ് സ്പോട്ടിൽ നമ്മളെ കോഴിക്കോട് മലപ്പുറം കൊണ്ടോട്ടി കീശ്ശേരി നിന്ന് മൊറയൂർ റോഡിലേക്ക്, സെക്കൻഡ് സൗത്ത് മൊറയൂർ റോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ മോട്ടോറിസം തന്നെ കാണാം. നാസർ ഖാന്റെ നമ്പർ അടിയിൽ കൊടുക്കുക. വേഗം വിളിച്ചോളി, മിസ്സാക്കാൻ നിൽക്കണ്ട. അപ്പൊ നാസർ ഖാൻ ഇൻഷാ അല്ലാഹ് കാണാം.